വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസ മുനമ്പിൽ സമാധാനം ഇനിയും അകലെയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേലും അമേരിക്കയും നടത്തിയ പ്രസ്താവനകളും വെടിനിർത്തലിന് ശേഷവും ഗാസയിൽ തുടരുന്ന അക്രമങ്ങളും ഇതാണ് തെളിയിക്കുന്നത്. ഗാസ വെടിനിർത്തൽ സമാധാന പദ്ധതിയിലെ സുപ്രധാന വ്യവസ്ഥയായ ബന്ദി കൈമാറ്റം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ജീവനോടെ ശേഷിക്കുന്ന 20 ബന്ദികളെയും ഹമാസ് ഇസ്രയേലിന് വിട്ടു നൽകിയെങ്കിലും മരിച്ച 10 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതുവരെ കൈമാറിയിട്ടുള്ളത്. മരിച്ചവരിൽ ശേഷിക്കുന്നവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹമാസിന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ സായുധ സംഘങ്ങളെ വധിക്കുന്നത് ഹമാസ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ തുടരുമ്പോഴും പലസ്തീനികളെ വെടിവെച്ചു കൊല്ലുന്ന സമീപനമാണ് ഇസ്രായേൽ തുടരുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ സുപ്രധാന നിർദ്ദേശം ബന്ദി കൈമാറ്റവും സൈനിക പിന്മാറ്റവുമാണ്. സൈനിക പിന്മാറ്റം പൂർത്തിയായാൽ മാത്രമേ ബന്ദി കൈമാറ്റവും പൂർത്തിയാക്കാനാകൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. അതോടൊപ്പം മരിച്ചവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങൾക്കിടയിലാണ് എന്നും അവ പുറത്തെടുക്കാൻ കാലതാമസം നേരിടുമെന്നും ഹമാസ് അറിയിച്ചിരുന്നു. ഇതാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചത്. കരാറിൽ വ്യവസ്ഥ ചെയ്ത ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തിയാൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഗാസയിലേക്കുള്ള സഹായം തടയുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ് വെറുതെയല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ മുനമ്പിൽ നടന്ന അക്രമങ്ങളിൽ നിന്നും വെടിവയ്പ്പുകളിൽ നിന്നും വ്യക്തവുമാണ്. ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പ്രത്യേക ഉപകരണം വേണമെന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇതിനായി തുർക്കിയിൽ നിന്ന് പ്രത്യേക ഉപകരണങ്ങളുമായി എത്തിയ സംഘത്തിന് ഗാസയിലേക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇസ്രായേലിന്റെ തടവിലിരിക്കെ കൊല്ലപ്പെട്ട പലസ്തീനികളായ 30 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കൈമാറിയത്. കൊല്ലപ്പെടും മുൻപ് മിക്കവരും അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയതിന്റെ തെളിവുകൾ മൃതദേഹങ്ങൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആകെ 360 പലസ്തീൻ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ കൈമാറേണ്ടത്. എന്നാൽ 120 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ കൈമാറിയിട്ടുള്ളത്. റെഡ് ക്രോസ് വഴി ഇസ്രായേൽ കൈമാറുന്ന മൃതദേഹങ്ങൾക്കൊന്നും തിരിച്ചറിയൽ രേഖ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നത്. ഗാസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാകില്ല എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തുണച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഗോത്ര തലവന്മാർ അടക്കമുള്ള സായുധ സംഘത്തെ ഹമാസ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ട്രംപ് ഹമാസിനെതിരെ നിലപാടെടുത്തത്. നേരത്തെ ഇതേ വിഷയത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ നിലപാട് മാറ്റുകയാണ്. ഹമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇസ്രായേലിനും അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. ശേഷിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കൂടി കരാർ പ്രകാരം വിട്ടു നൽകിയില്ലെങ്കിൽ യുഎസുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താനും ഗാസയെ മാറ്റിമറിക്കാനും യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. ഇത് വെറും വാക്കല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വ്യാഴാഴ്ച കൊല്ലപ്പെട്ട 3 പേരുടെയും ബുധനാഴ്ച കൊല്ലപ്പെട്ട 4 പേരുടേതും അടക്കം ഒരാഴ്ചക്കിടെ 24 മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ആശുപത്രികളിൽ എത്തിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. 24 പലസ്തീനികളെ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ വധിച്ചതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം വെടിനിർത്തൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച രാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഹമാസ് വ്യക്തമാക്കി. ആക്രമണം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന്. അതേസമയം ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനും ഇസ്രായേൽ തടസ്സം നിൽക്കുകയാണ്. റാഫ അതിർത്തി തുറന്നാൽ മാത്രമേ ഗാസയിലേക്ക് സഹായവുമായി ട്രക്കുകൾക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ റാഫ അതിർത്തി ഇന്നും തുറക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റാഫ അടഞ്ഞുകിടക്കുന്നത് മാനുഷിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുമെന്ന് സഹായ ഏജൻസികളുടെ മുന്നറിയിപ്പുമുണ്ട്. ഭക്ഷണം, ഇന്ധനം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി 400 ട്രക്കുകൾ ഗാസയിലേക്ക് പോകുമെന്ന് ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റ് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. 3 മാസത്തേക്ക് ഗാസയിൽ വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കൾ തങ്ങളുടെ കൈവശമുണ്ടായിട്ടും ഇസ്രായേൽ അനുമതി നൽകാത്തതിനാൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് UN ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗാസയിൽ മനുഷ്യത്വം പുലരുന്നതിനുള്ള എല്ലാ നടപടികൾക്കും ഇസ്രായേൽ ഇടങ്കോലിടുകയാണ് എന്ന ആരോപണവും ശക്തമാണ്.